ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവരും തിരക്കുകളുടെ ലോകത്താണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും SSLC +2 തുടങ്ങി എക്സാമുകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണല്ലോ. ഈ ദിവസങ്ങളിൽ നന്നായി പഠിക്കുന്നുണ്ട്, ഓർമ്മ നിൽക്കുന്നില്ല, ഭയങ്കര പേടി തോന്നുന്നു എന്ന് പറയുന്ന മക്കളെ കണ്ടുമുട്ടുകയുണ്ടായി. പഠനം മികച്ച രീതിയിൽ തുടങ്ങണമെന്നുണ്ട്, സാധിക്കുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട്. മികച്ച രീതിയിൽ പഠിക്കുന്നവരുമുണ്ട്. പഠിക്കുന്നതിന് മുൻപ് സഹായകനായ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്നതും വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും നല്ലതാണെന്ന് പറഞ്ഞു. വചനം ഏറ്റുപറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന മക്കളെയും കണ്ടുമുട്ടി. ആവർത്തിച്ച് പഠിക്കുന്ന ഒരു കാര്യം പഠിച്ചെടുക്കുന്നുണ്ട് എല്ലാവരും, ഇല്ലേ? വെള്ളച്ചാട്ടം കാണാത്തവരായി ആരുമില്ല. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കുറയുമ്പോൾ ശക്തമായ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയാൽ വെള്ളം പതിക്കുന്ന പാറക്കല്ലുകളിൽ വലിയ ദ്വാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാകും. ഇതെങ്ങനെ സംഭവിക്കുന്നതാണ്? തുടർച്ചയായി പതിക്കുന്ന വെള്ളത്തിൻ്റെ ശക്തി തന്നെയാണ്. അതുപോലെ തന്നെയാണ് തുടർച്ചയായി പഠനത്തിനിടയിലും അല്ലാതെയും ഏറ്റുപറയുന്ന വചനത്തിനും ശക്തമായി പ്രവർത്തിക്കാൻ കഴിയും നമ്മളിൽ. നന്നായി പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പഠനത്തെ തടസ്സപ്പെടുത്തുന്ന അസ്വസ്ഥതകൾ വരുമ്പോൾ ഈ വചനത്തെ നിരന്തരം ഏറ്റുപറയണം. സഫാനിയ 3:17 നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഏശയ്യ 41:13 നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഈശോയുടെ വാഗ്ദാനമാണ് മക്കളെ. നിങ്ങൾ ഭയപ്പെടേണ്ട, നിന്റെ വലതുകൈ ഞാൻ പിടിച്ചിരിക്കുന്നു. ജ്ഞാനം 7:7 ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനചൈതന്യം എനിക്ക് ലഭിച്ചു. യോഹന്നാൻ 14:26 എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഒരു 5 വചനമാണ് തരുന്നുള്ളൂ കേട്ടോ. അതിന് നിങ്ങളുടെ ഇടയിൽ ശക്തമായി പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്കും നല്ലൊരു പ്രാധാന്യമുണ്ട്. അതിൽ പറയുന്ന ഓരോ കാര്യവും നമുക്ക് നടന്നു കിട്ടും. ഈശോയുടെ വാഗ്ദാനമാണ്. ഒരു കഥയായാലോ? ഒരു രാജ്യത്തെ രാജാവിനെ പക്ഷികൾ ഭയങ്കര ഇഷ്ടമാണ്. രാജാവ് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ 2 ഫാൽക്കൺ പക്ഷികളെ കൊണ്ടുവന്നു. ട്രെയിനറെയും കൊണ്ടുവന്നു. 2 പക്ഷിക്കുഞ്ഞുങ്ങളെയും ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഒരു കിളി ആകാശത്തിൽ ഉയർന്നു പറന്നു നടന്നു. മറ്റേ പക്ഷിയാകട്ടെ എന്ത് ചെയ്താലും ഒരു മരക്കൊമ്പിലിരിക്കും, എന്ത് ചെയ്താലും പറക്കില്ല. രാജാവിന് വിഷമമായി. ഈ കിളിയെ നന്നായി പറക്കാൻ ട്രെയിൻ ചെയ്യുന്നവർക്ക് വിലപിടിപ്പുള്ള സമ്മാനം വാഗ്ദാനം ചെയ്തു. കുറേ പേർ വന്നു, ആർക്കും സാധിച്ചില്ല. അവസാനം ഒരു വൃദ്ധനായ ട്രെയിനർ വന്നു. പിറ്റേ ദിവസം തന്നെ ഫാൽക്കൺ പക്ഷി പറക്കുന്നു എന്ന വാർത്ത കേട്ട് രാജാവ് സന്തോഷമായി കാണാൻ വന്നു. ഒരു ദിവസം കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു? ആ വൃദ്ധനായ ട്രെയിനർ മറുപടി പറഞ്ഞു, ആ കിളി എന്നും ഇരിക്കുന്ന മരക്കൊമ്പ് ഞാൻ വെട്ടിക്കളഞ്ഞു. ഇരപ്പിടം കാണാതെ കുറേ കരഞ്ഞതിന് ശേഷം ഉയരത്തിലേക്ക് പറക്കുവാൻ തുടങ്ങി. ഇതുപോലെ തന്നെയാണ് കുഞ്ഞുമക്കളെ, നിങ്ങളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന മൊബൈൽ ഫോണിൻ്റെ തെറ്റായ ഉപയോഗമോ ഗെയിമോ അലസതയോ മടുപ്പോ എന്താണെങ്കിൽ ആ ഒരു കൊമ്പ് വെട്ടിമാറ്റുകയും ഓരോരുത്തരിലും ദൈവം തന്ന കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും വചനത്തിൻ്റെ ശക്തിയോടുകൂടി മുന്നേറുവാനും മികച്ച വിജയം കരസ്ഥമാക്കാനും എൻ്റെ ഓരോ കുഞ്ഞുമക്കൾക്കും സാധിക്കട്ടെ.